എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെയൊക്കെ തലേദിവസം വൈകുന്നേരം ഈ ഒരു അടിപൊളി കപ്പ ബിരിയാണി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണേ. അത് നമുക്കിവിടെ ആ ഒരു ബീഫും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അത് പറയാൻ വിട്ടുപോയതാണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ ചെറിയുള്ളിയും കൂടെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിക്ക അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള മമ്മീൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുതാക്കി തന്നെയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ എല്ലും കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീഫ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ആ ഒരു എല്ലോട് കൂടിയിട്ടുള്ള നല്ല കുറച്ച് ഭാഗങ്ങളൊക്കെയാണുള്ളത്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ഒരുപാട് നല്ല മൂത്ത എന്താ പറയുക ബീഫ് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് വേവുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കുറേ നേരം തന്നെ ഇത് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ആദ്യത്തെ പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബീഫ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ വറുത്തിടാനുണ്ട് കേട്ടോ. അപ്പോഴാണ് കുറച്ച് നല്ലൊരു അടിപൊളി ഇട്ടിട്ട് ഫ്ലേവർ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു ചീനിച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഇതാ കുറച്ചേ ഉള്ളൂ തേങ്ങ. ആ ഒരു തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ കൂടി നമുക്കിത് രണ്ടും കൂടെ കൂടിയിട്ടൊന്ന് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് നല്ല പോലെ വറുത്തെടുക്കാം കേട്ടോ. ഏകദേശം നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കളറിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. ഈ ഒരു എല്ലുങ്കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഏകദേശം ഞങ്ങളിവിടെ 2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആ ഒരു കപ്പയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ആ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതാ കപ്പയൊക്കെ നല്ലപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട. നമുക്കൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ടേക്ക് അരയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കപ്പ ആ ഒരു സമയം കൊണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല പോലെ കപ്പ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല കപ്പയ്ക്കും പല വേവായിരിക്കും. അപ്പോൾ നല്ലപോലെ വേകുന്ന കപ്പ തന്നെ എടുക്കാം. നല്ല നൂറുള്ള കപ്പ തന്നെ എടുക്കണം കേട്ടോ ഇതിന്. എന്നാലാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം വേകാത്ത ടൈപ്പ് കപ്പ ഉണ്ടല്ലോ. അപ്പോൾ അതാകുമ്പം ഇതിനൊരു രസം ഉണ്ടാവില്ല കേട്ടോ. കപ്പ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഇവിടെ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇനി കുറച്ചെടുത്തിട്ട് ആ ഒരു കപ്പയ്ക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു 2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ചേർക്കുന്നില്ല. ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു കിലോ കപ്പയും 1 കിലോ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു പകുതി 2 കിലോ ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ആ ഒരു കുറച്ച് മസാലയോട് കൂടിയിട്ടുള്ള വെള്ളവും അതേപോലെ ആ ഒരു എല്ലുംകപ്പയും എല്ലാം എല്ലുംകപ്പയും അല്ല കേട്ടോ, ആ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. അങ്ങനെ അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബീഫിൻ്റെ വെള്ളവും എല്ലാം കൂടെ ഒന്ന് ഇറങ്ങി കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വരണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരച്ചല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത്, അതും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് കുറച്ച് വെള്ളമേ ഓൾറെഡി ഇതിനകത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജാറിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം, ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഇതെല്ലാം കൂടെ കൂടി ഒന്ന് തിളച്ചൊന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇത് തിളച്ച് ഇതുപോലെ കുറച്ചൊന്ന് വെള്ളം കുറച്ച് വെള്ളം ഉണ്ടാവും. എന്നാലും ആ ഒരു സമയത്ത് വേണമെന്നാണ് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. എന്നാൽ നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് തുറക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എല്ലാം കൂടെ നമുക്ക് ആ ഒരു ബീഫിൻ്റെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങിയതും കൂടെയാണ്. നമ്മൾ കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇനി ആ ഒരു കോലുമേ നമുക്ക് അറിയാം കേട്ടോ. കുറച്ച് വെള്ളം മാത്രമുണ്ട്, ആ ഒരു വെള്ളത്തിൽ വേണം. കാരണം അത് നമ്മൾ ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കുമ്പോഴത്തേക്കും ഇതൊന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടിയായി പോകും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇനി ഇത് നല്ലപോലെ ഇതൊന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കപ്പേനൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റ് അങ്ങോട്ട് റെഡി ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉപ്പുനീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം കപ്പ ബിരിയാണീൻ്റെ ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഒരുപാട് തണുത്ത് കഴിക്കാതെ ചെറു ചൂടോടുകൂടി നല്ല അച്ചാറും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.